ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്വലാത്താണ്. പലപ്പോഴും ഈ സ്വലാത്ത് കേൾക്കാൻ സാധ്യത കുറവാണ്, കേട്ട ആളുകളും ഉണ്ടാകും. ഈ സ്വലാത്തിൻ്റെ വമ്പൻ 15 പ്രതിഫലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 3 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ് ഈ ചെറിയ സ്വലാത്ത് നിമിഷ നേരം കൊണ്ട് നമുക്ക് പറഞ്ഞാൽ കിട്ടുന്നത്. മാത്രമല്ല പല വീടുകളിലും ഇന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു അവസ്ഥയെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ മതിയാകുന്നതാണ്. തുടങ്ങി 15ഓളം വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഈ ചെറിയ സ്വലാത്ത്, ആ സ്വലാത്തിൻ്റെ അർത്ഥമെന്താണ്, അതെപ്പോഴാണ് പറയേണ്ടത്, ഒരു ദിവസം എത്ര പ്രാവശ്യം ആ സ്വലാത്ത് പറയണം, ഏതാണ് ആ സ്വലാത്ത്, എല്ലാം വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ നമ്മൾ ഒരുപാട് ചൊല്ലാറുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് സ്വലാത്തുകൾ ഈ ശബ്ദം കേൾക്കുന്ന പല ഉപ്പമാർക്കും ഉമ്മമാർക്കും അറിയാം. അവർ പല ആളുകളും പല സ്വലാത്തുകളും ഓതി കേൾപ്പിച്ചിട്ട് ഇത് ഏത് സ്വലാത്താണ് ഉസ്താദെ, ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് ഉസ്താദെ എന്നൊക്കെ പല സമയത്തും ചോദിച്ചിട്ടുണ്ട്. സ്വലാത്തുകൾ ജീവിതത്തിൽ നിത്യമാക്കുക, അതേത് സ്വലാത്താവട്ടെ. ഒരുപക്ഷെ എനിക്കറിയാവുന്ന സ്വലാത്തായിരിക്കില്ല നിങ്ങൾക്കറിയാവുന്നത്, നിങ്ങൾക്കറിയാവുന്ന പല സ്വലാത്തും എനിക്കും അറിയില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അന്തിമ വിജയം അത് സ്വലാത്തു കൊണ്ടാണ്. കാരണം സ്വലാത്തു കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് ഏത് സമയത്തും പറ്റുമെന്നാണ്. ഒരാൾക്ക് എന്ത് പ്രയാസം വന്നോ ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ സ്വലാത്തു കൊണ്ട് സാധിക്കുമെന്നാണ്. ആഖിറത്തിലാണല്ലോ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാവുക. ആ സമയത്തും സ്വലാത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലിയ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ഉണ്ടാകുമെന്നൊക്കെ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം ഒരു സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പഠിപ്പിച്ചു നൽകാം. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ 15ഓളം വമ്പൻ പ്രതിഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ആദ്യം ആ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ഓടിച്ച് നമുക്കൊന്ന് കേട്ടുനോക്കിയിട്ട് ആ സ്വലാത്ത് ഏതാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് പഠിക്കാം. ഒന്നാമതായി മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 3 ലക്ഷം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 3 ലക്ഷത്തോളം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു. രണ്ടാമത്തേത്, ഏറ്റവും വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ് നരകമെന്നുള്ളത്. ഈ നരകത്തെ തൊട്ട് മോചനം കിട്ടിയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അർത്ഥപൂർണമാകുമെന്നാണ്. അപ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കാൻ ഈ സ്വലാത്ത് നിത്യമാക്കുന്നത് കൊണ്ട് കഴിയും. അതുപോലെ മൂന്നാമത്തേത്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതായത് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന, മലമൂത്ര വിസർജനത്തിൻ്റെ ആ ഒരു തോന്നൽ പോലും മറന്നുപോകുന്ന ഒരു അസുഖമുണ്ട്. അള്ളാഹു കാക്കുമാറാവട്ടെ. ആ രോഗത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും ഈ ഒരു സ്വലാത്ത് നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ. നാലാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഈ സ്വലാത്ത് നിത്യമാക്കുന്നവരുടെ മക്കൾ ഒരിക്കലും വഴിപെട്ടു പോകില്ല എന്നാണ്. ഇന്ന് മക്കൾ വഴികെട്ടു പോകുന്നു, മക്കൾ അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഉസ്താദ് എന്ന് പരാതി പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവർ ഈ ഒരു സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മക്കൾ നേരാം വഴി, നമ്മുടെ അനുസരണയുള്ള നല്ല മക്കളായി മാറുന്നതാണ്. അഞ്ചാമത്തെ പ്രതിഫലം, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ പറയുന്ന, ദുആരക്കാൻ പറയുന്ന ഭാര്യമാര് ഉമ്മമാരുണ്ട്. അതുപോലെ ഗൾഫിലേക്ക് പോയിട്ടുള്ള മകൻ്റെ ജോലിയിൽ ഖൈറുണ്ടാവാൻ ദുആരക്കാൻ പറയുന്ന ഉപ്പമാരുണ്ട്. അവരൊക്കെ ഈ ഒരു സ്വലാത്ത് നിത്യമാക്കിക്കൊള്ളിൻ, എല്ലാ പ്രയാസങ്ങളും മാറുന്നതാണ്. ആറാമത്തേത്, മാറാ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ്. പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ, എല്ലാ രോഗവും അള്ളാഹുവിൻ്റെ വലിയ ശിഫ കൊണ്ട് മാറും ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ. ഏഴാമത്തെ പ്രതിഫലം, വിഷമങ്ങൾ, ഹമ്മ്, അതായത് മാനസികമായ പ്രയാസങ്ങൾ, ടെൻഷനുകൾ മാറാൻ ഈ സ്വലാത്ത് കാരണമാണ്. എട്ടാമത്തേത്, മനസ്സിലുള്ള ഒരുപാട് മുറാദുകൾ, ആവശ്യങ്ങളുണ്ട്, ആവശ്യ നിർവഹണത്തിനും ഈ സ്വലാത്ത് നമുക്ക് സഹായകരമാണ്. അതുപോലെ തന്നെ ഒൻപതാമത്തേത്, ഒന്നും തികയാത്ത ഒരു അവസ്ഥയുണ്ട്, അതിനാണ് പറയുക ദാരിദ്ര്യമെന്ന്. അതായത് പൈസ എത്രയുണ്ടോ പക്ഷെ ഒന്നും തികയുന്നില്ല. ആ ഒരു തികയാത്ത അവസ്ഥയിൽ നിന്നും കാവൽ കിട്ടാൻ ഈ സ്വലാത്ത് പതിവാക്കുക. അതുപോലെ തന്നെ പത്താമത്തേത്, എൻ്റെ ഉമ്മമാർ
ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ അടുപ്പിലും അതുപോലെ ഗ്യാസിലൊക്കെ പാചകം ചെയ്യുന്നവരാണ്. പല സ്ഥലത്തും പല സമയങ്ങളിലും ഗ്യാസുകൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഹർക്കിനെ തൊട്ട് തീപിടുത്തത്തെ തൊട്ടുള്ള വലിയ കാവൽ ഈ സ്വലാത്ത് നമുക്ക് കൊണ്ടുവരുന്നതാണ്. 11-ാമത്തേത് വബാ, പകർച്ചവ്യാധിയെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. 12-ാമത്തേത് കണ്ണേർ, സിഹിർ, അതുപോലെ തന്നെ കരുനാക്ക്, അതുപോലെ കൈവശം വെക്കുള്ള അസൂയയെ തൊട്ടുള്ള കാവൽ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. 13-ാമത്തേത് ദൈൻ, കടങ്ങളെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും. 14-ാമത്തേത് മുസ്തജാബു ദുആ, ദുആ എപ്പോൾ ചെയ്താലും ഇജാബത്ത് കിട്ടുന്ന ആളായി മാറുന്നതാണ്. 15-ാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം നമുക്കുണ്ടാകുമെന്നാണ്. തുടങ്ങി 15ഓളം പ്രതിഫലങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വലാത്ത് നിത്യമാക്കുന്നത് കൊണ്ട് കിട്ടുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് കാണാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഇതാണ് ആ സ്വലാത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ കാര്യങ്ങൾ ഇടുക്കമായിരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ ഇടുക്കമായിരിക്കുകയാണ്, എല്ലാ ഇടുക്ക മാറ്റിത്തരണേ അല്ലാ എന്ന് ഏകദേശ അർത്ഥം വരുന്ന ഈ സ്വലാത്ത് നിത്യമാക്കിക്കൊള്ളിൻ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. ഒന്നുകൂടി ആ സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിത്യമാക്കുക. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് പറയാൻ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പറയപ്പെട്ട 15 പ്രതിഫലങ്ങളും അള്ളാഹു നൽകും. ഈ 15 പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി നൽകും. അള്ളാഹു താല നമ്മുടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ, ഇതുപോലെ പറയുന്ന സ്വലാത്തുകൾ അതുപോലെ ദിക്റുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഈ വീഡിയോ, ഈ സ്വലാത്ത് മറ്റുള്ളവർ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരും ഇത് കാണട്ടെ, അവരും ഈ സ്വലാത്ത് പറയട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മളോട് പറയുന്നുണ്ടോ, കഴിഞ്ഞ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട്, അവരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു അവരുടെ ജോലിയിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാറാവ്യാധികളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, കടങ്ങളെ തൊട്ട്, പ്രശ്നങ്ങളെ തൊട്ട്, പ്രതിസന്ധികളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും സലാമത്താക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല. മുത്തുനബിയെ സ്വപ്നം കാണുക, അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും, അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي.
حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي